ഹലോ, ഗുഡ് മോർണിംഗ്. നോമാറ്റേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. പൂർവ്വ സഹപാഠി സംഗമത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വാഴൂർ കോളേജിലെ PDC ഫസ്റ്റ് ഗ്രൂപ്പ് 76-78 ബാച്ച് 2021 നവംബർ 25 മൂലേപ്ലാക്കിൽ കൂടിയ ആദ്യ പൂർവ്വ സഹപാഠി സംഗമത്തിൻ്റെ 8ാം ദൃശ്യ സംഹിത വീഡിയോ നമ്പർ 5 ഇവിടെ സമർപ്പിക്കുന്നു. നോമാറ്റേഴ്സ് വ്ളോഗ് വർഗീസ്. ജോലി ചെയ്ത് 2018 പിരിഞ്ഞു. എൻ്റെ വൈഫ് ഒരു ദിവസം അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും. പേര് വത്സമ്മ എന്ന് പറയും. റെഡ് ഗ്രൂപ്പിലായിരുന്നു. വൈഫ് പർവ്വതത്തിന് സ്കൂളിലെ ടീച്ചറായിരുന്നു. റിട്ടയറായി. എനിക്ക് 2 മക്കള്. മോള് മൂത്ത ആള് കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായി. മോന് 2ാമത്തെ ആള് വിവാഹം കഴിഞ്ഞിട്ടില്ല, ജോലിയിലായിട്ടില്ല, ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ബാങ്കിലുണ്ട്. ഇപ്പൊ ഞാനും വൈഫും വീട്ടിലുണ്ട്. മോള് ജോലി സംബന്ധമായിട്ട് ചെന്നൈയിലാണ്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാം നോക്കിയാൽ ഏറ്റവും പുറകിൽ ഏറ്റവും അങ്ങേയറ്റം നിൽക്കുന്നതാണ് ഞാൻ. ക്ലാസ്സിൽ ഏറ്റവും സ്പീഡിൽ വരുന്ന ആളാണ്. അത് പ്രീഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓടിക്കുന്നത് എന്നെ ഇതുവരെ ഓടിച്ചിട്ടില്ല. മഹേഷിനെ ഓടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മഹേഷ് ഓടിയാണ് ഇതുപോലെ ആയത്. ഞങ്ങൾ BSc ഞാൻ പന്തളത്താണ്. ഇവിടുമായിട്ട് അത്ര ബന്ധമില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ ഞാൻ ബോംബെക്ക് പോയി. അവിടെ 2 വർഷം പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തു. 1984 മുതൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു ഓർഡിനൻസ് ഡിപ്പോ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 21 മെയ്യിൽ ഞാൻ റിട്ടയറായി ഒരു ഓഫീസറായിട്ട്. അവിടെ എത്തിയും കുഴപ്പമൊന്നുമില്ലാതെ 40 വർഷം ബോംബെയിൽ താമസിച്ചു. അതിനുശേഷം ഇപ്പോൾ 14 മൈലിൽ കുറച്ച് 14 നെടുമാവിനും ഇടയ്ക്കായിട്ട് 14 1 കിലോമീറ്റർ കുറേ താമസിക്കുന്നു. എനിക്ക് 2 മക്കളാണ്, 2 മാപ്പിള്ളേരാണ്. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞ് അവർ ബോംബെയിൽ ഈരാർ എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിലായിരിക്കുന്നു. അവന് വൊക്കാട്ട് ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് മാനേജരായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് വൈഫും കുഞ്ഞുമുണ്ട്. അതുകൂടാതെ ഇളയ മോൻ ഇപ്പം അയർലൻഡിലാണ്. അവൻ MS എടുക്കാൻ പോയി അവിടെ ജനറൽ മോട്ടോഴ്സിൽ ജോലി ലഭിക്കുവാനിടയായി. കഴിഞ്ഞ ദൈവം അനുവദിച്ചാൽ ഈ അടുത്ത 3-ാം തീയതി വർഗീസിന് മാത്രം അറിയാൻ കാര്യം, 3-ാം തീയതി അവൻ്റെ എൻഗേജ്മെൻറ്റ് ബോംബെ നടക്കുകയാണ്. 27-ാം തീയതി നിങ്ങളെല്ലാം ഇപ്പോൾ ക്ഷണിക്കുക. നിങ്ങൾക്ക് എല്ലാവരെയും വരണമെന്നാണ് ഞങ്ങളുടെ ബോംബെയിലല്ല, മല്ലപ്പള്ളി ഏതൻ ഗാർഡനിൽ വെച്ച്. മല്ലപ്പള്ളി ഏതൻ ഗാർഡൻ എന്ന് പറയുന്ന ഇവിടെ വെച്ച് 27-ാം തീയതി അവരുടെ വിവാഹമാണ്. ഇതാണ് എൻ്റെ ഇപ്പം 14-ാം മൈലിൽ വന്ന സ്ഥിതി. രാഷ്ട്രീയ നേതാവിന്റെ ഒരു ബന്ധമില്ല. പറഞ്ഞു. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പരിപാടിക്കൊന്നും പോയില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന കോട്ടയത്ത് നിന്ന് 2 ആൺകുട്ടികളുണ്ട്. വൈഫുണ്ട്, ഉണ്ട്. പിന്നെ അവർ 2 പേരും ജോലിക്കാരാണ്. ഒരാളെ കല്യാണം കഴിച്ചു. പിള്ളേരൊന്നും വലിയത്തിനൊന്നും ആയില്ല. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
കാണിക്കുന്നു. എന്നെ ഓർക്കുന്നാവുമല്ലോ. പിന്നെ ആ വലിയ ഹെൽമെറ്റ് ഞാൻ ട്രെയിൻ കഴിഞ്ഞ് IT ഇവിടെ 19 വർഷമുള്ള ബിസിനസ്സായിരുന്നു. അതിന് 8 വർഷം ജോലിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങി 25 വർഷമായി നാട്ടിൽ ബിസിനസ് ചെയ്തു. പാമ്പാടിലാണ് വീട് താമസിക്കുന്ന പൂരപ്പുഴ. 2 കുട്ടികൾ. അതിൽ മോള് കല്യാണം കഴിച്ച് ദുബൈയിലുണ്ട്, മോന് നാട്ടിലുണ്ട്, ജോലിയില്ല. പിന്നെ വൈഫ് വന്നിട്ടുണ്ട്, ഇവിടെയുണ്ട്. എന്തോ അപ്ലായിട്ട് വന്നിട്ടുള്ള ഇവിടെ നടുക്കാണ് അല്ലേ? ചിരിക്കുന്നല്ലേ? ഇവിടുത്തെ അമ്പലത്തിനാണ് താമസിക്കുന്നത്. എൻ്റെ വൈഫ് ടീച്ചറായിരുന്നു. പിന്നെ കുട്ടികൾ രണ്ടുപേരുടെ കുട്ടിയാണ് ആൻറ്റിയസ്ഫ്രീ എന്ന് പറയും. മോന ഓരോട്ടേക്ക് കഴിഞ്ഞ് ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് മാർഗം ഇതാണ് ഈ പിന്നെ ഞാൻ പ്ലസ് ടു ആയിരുന്നു യൂണിവേഴ്സിറ്റി ഉണ്ടായി. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു മുന്നോട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അത് 5 വർഷം തെരഞ്ഞെടുപ്പിക്കാറുണ്ടായിരുന്നു. 10 ബ്ലോക്കുകളുണ്ട്. 5 വർഷം ജനപ്രിയ ഗ്രാമപഞ്ചായത്ത് നമ്മളായിട്ട് ഒരുപാട് പ്രസിദ്ധ പരിപാടി ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ ഞാനും കഴിച്ച് മാത്രമേ ഉള്ളൂ. PDയിൽ പഠിക്കുന്ന മുതൽ പഠനത്തിൽ 3 കഴിഞ്ഞാണ്. പിന്നെ പോളിടെക്നിക് പോയി ഡിപ്ലോമ പാസ്സായി. പട്ടണത്തെക്കാൾ ഞാൻ ഭാവന ബിസിനസ്സൊക്കെ ബിസിനസ് നോക്കി നടത്തിയായിരുന്നു. ഏത് നോക്കി എന്നെ നോക്കി നടത്തിയായിരുന്നു. ഞാൻ നോക്കി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് വരുമ്പോൾ ഭയങ്കര സ്വീകരണമാണ്. ഞാനൊക്കെ അവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ജോലിയാണ്. വൈകുന്നേരം ട്രെയിനിങ് പഠിക്കുമ്പോഴും എനിക്ക് ഡ്യൂട്ടി കളയാനുള്ള സാധനം എടുത്ത് കൊടുക്കുന്നത് പോഷിച്ചോടെ കടയക്കടെന്ന് പറയും. നമ്മൾ വൈകുന്നേരം ടയർഡാണ്. ഞാൻ വീട്ടിൽ പോകണം. കുറിച്ച് നമ്മൾ വീട്ടിൽ കിടണം അപ്പം തോന്നും. അതുവരെ കടയിലിരിക്കും. പിന്നെ ഒരു കടയിൽ കഴിച്ച് 8 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ കടയോട് പോകും. ദിവസം പുസ്തകമായിട്ട് ട്രാവലിലോട്ട് വരും. അങ്ങനെ നീക്കുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അടിപൊളിയായിട്ട് നടക്കുന്നു. ഞാനിങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയുള്ളൂ. ഞാൻ പറയുന്ന അതാണുള്ള വ്യത്യാസമാണ്. വിഷമായി എടുക്കുക ബാക്കിയായിട്ട് അങ്ങനെ പോയി പദ്ധതിയൊക്കെ മോശമില്ലാത്ത രീതിയിൽ അങ്ങനെ പാസ്സായി പാസ്സായി 3 കഴിഞ്ഞ് ആ ബാക്കി വർഷം പാസ്സായിരുന്നു. അത് പിന്നെ എഴുതി പോയി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന്
ഇവിടെ PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇവിടെ ജോലി കയറി അത് സുമന്ത്രി കയറി KCയിലെ റിട്ടയർ ചെയ്തു. അതിലേക്ക് 3 വർഷം കൂടെ എറണാകുളത്തിൽ പ്രൈവറ്റ് ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് വീട്ടിൽ തന്നെയാണ്. പഠിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 40 പഠിക്കുന്നു. രണ്ടാമത്തേത് ഇവിടെ ടീച്ചറിൽ